നമസ്കാരം, ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം. അതിനൂതന സാങ്കേതിക വിദ്യകളിലൂടെ ചികിത്സാ രീതികൾ കൂടുതൽ കൃത്യതയുള്ളതാക്കി പെരിന്തൽമണ്ണ കിംസ് അൽ ഷിഫ ആശുപത്രി. ഹൃദയ രക്തധമനികളിലെ ബ്ലോക്ക് കൃത്യമായി കണ്ടെത്താനും സ്റ്റെന്റിംഗ് കൃത്യമായി സ്ഥാപിക്കാനും സാധിക്കുന്ന അതിനൂതന IVUS ടെക്നോളജി കിംസ് അൽ ഷിഫയിൽ ഉദ്ഘാടനം ചെയ്തു. 60 മെഗാഹെർട്സ് വൈഡ് ബാൻഡ് ട്രാൻസ്ഡ്യൂസർ ഉപയോഗിച്ച് മുൻപ് സ്ഥാപിച്ച സ്റ്റെന്റ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് വിലയിരുത്താനും രക്തധമനികളിൽ രക്തം അടിഞ്ഞുകൂടുന്നത് മനസ്സിലാക്കാനും സഹായിക്കുന്ന ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട് മെഷീനാണ് പെരിന്തൽമണ്ണ കിംസ് അൽ ഷിഫ ആശുപത്രിയിൽ ഉദ്ഘാടനം ചെയ്തത്. പെരിന്തൽമണ്ണ MLA നജീബ് കാന്തപുരം ഉദ്ഘാടനം നിർവഹിച്ചു. പണ്ടത്തെ ചികിത്സയിൽ നിന്ന് വളരെ വ്യത്യസ്തമായി ഇന്ന് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയാണ് ഇന്നത്തെ എല്ലാറ്റിൻ്റെയും പ്രധാനം. ഇന്ന് എല്ലാത്തിനെയും ടെക്നോളജിയുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിലേറ്റവും വലിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പരീക്ഷണങ്ങളും പുതിയ മെഷീൻസും എല്ലാം വരുന്നത് നമ്മുടെ ഹെൽത്തിൽ തന്നെയാണ്, ഹെൽത്ത് സെഗ്മെൻറ്റിലാണ്. അതിലേറ്റവും വലിയൊരു കാര്യം ആൻജിയോഗ്രാമിലെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് ഒരു ആൻജിയോപ്ലാസ്റ്റിയോ അല്ലെങ്കിൽ ഒരു സർജറിയോ ആവശ്യമുള്ളൊരു പേഷ്യൻറ്റിന് ഏറ്റവും ഒപ്റ്റിമൽ ആയിട്ടത് നിർവഹിക്കപ്പെടുക എന്നുള്ളതാണ്. അത് നിർവഹിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം അൽ ഷിഫ കൊണ്ടുവന്നതിൽ വലിയ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും കൂടുതൽ രോഗികൾക്ക് ആശ്വാസകരമാവുന്ന തരത്തിലേക്ക്. കിംസ് അൽ ഷിഫ വൈസ് ചെയർമാൻ ഡോക്ടർ P. ഉണ്ണീൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. നൂതന സംവിധാനമായ IVUS എന്ന മെഷീൻ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ വേണ്ടി ഏറ്റവും നൂതനമായ രീതിയിൽ ഏറ്റവും സംരക്ഷണത്തോടുകൂടി ആൻജിയോപ്ലാസ്റ്റി ചെയ്യാനുള്ള മെഷീൻ്റെ ഉദ്ഘാടന കർമ്മമാണ് നമ്മൾ ബഹുമാനപ്പെട്ട MLA ഇവിടെ നിർവഹിച്ചത്. തീർച്ചയായും പെരിന്തൽമണ്ണയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ചികിത്സയ്ക്ക് മറ്റുള്ള ടൗണുകളെ ആശ്രയിക്കേണ്ടുന്ന അതിൽ നിന്ന് ഒരു മോചനം പെരിന്തൽമണ്ണക്കാർക്ക് കിട്ടാൻ ഈ മെഷീനിലൂടെ പോവുകയാണ്. അത്യാധുനിക AI സാങ്കേതിക വിദ്യയുടെ കൃത്യതയിൽ ഹൃദയ ചികിത്സ കൂടുതൽ മികവുറ്റതാക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് സ്ഥാപിച്ചിരിക്കുന്നതെന്ന് കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ സൂര്യനാഥ്, ഇന്റർവെൻഷണൽ കാർഡിയോളജിസ്റ്റ് ഡോക്ടർ സെയ്ദ് നവാസ് അഫ്സൽ എന്നിവർ പറയുന്നു. പക്ഷേ ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ആ ബ്ലോക്കുകൾ നമ്മൾ ഇമേജ് ചെയ്തിട്ട് അതിലെ കാൽഷ്യം എത്രത്തോളം ഉണ്ട്, കാൽഷ്യത്തിൻ്റെ എക്സ്റ്റെൻറ്റ് എത്രയാണെന്നൊക്കെ ആലോചിച്ചിട്ട് ഇപ്പോൾ നമുക്ക് അതനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റ് പ്ലാൻസ് ഡിസൈഡ് ചെയ്യാം. ഇപ്പോൾ ചെറിയ കാൽഷ്യക്കാണെങ്കിൽ നമുക്ക് അതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള ബലൂൺസ് ഉണ്ട്. കൂടിയ കാൽഷ്യം ആണെങ്കിൽ നമുക്ക് റോട്ടാബ്ലേഷൻ അല്ലെങ്കിൽ ഇൻട്രാവാസ്കുലർ ലിത്തോട്രിപ്സി എന്ന് പറഞ്ഞ ടെക്നിക്കുകളൊക്കെ മുൻകൂട്ടി തന്നെ നമുക്ക് അതിനെപ്പറ്റി. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രിയൻ KC, സീനിയർ ജനറൽ മാനേജർ പ്രദീപ് കുമാർ, പർച്ചേസ് മാനേജർ അസ്കർ അലി, ക്ലിനിക്കൽ എഞ്ചിനീയറിംഗ് മാനേജർ S. ശ്രീജിത എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. ടുഡേ ന്യൂസ്, പെരിന്തൽമണ്ണ.